Assalamualaikum warahmatullahi wabarakatuh. ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. പ്രിയമുള്ള സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽപ്പെട്ട മുഅവ്വിദ് ബിനു അഫ്റാ എന്നവരുടെ മകൾ റുബയ്യയുടെ വിവാഹവേള നടക്കുകയാണ്. മരുമകനായി വരുന്നത് ഇയാസ് ബിനുൽ ബുക്കൈർ ലൈസി എന്ന് പറയുന്ന മറ്റൊരു സ്വഹാബിയാണ്. രണ്ടുപേർക്കും മംഗളാശംസകൾ നേരുന്നതിനായി മുഖ്യാതിഥിയായി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വീട്ടിലേക്ക് കടന്നു വരികയാണ്. അവിടെ തയ്യാറാക്കിയ പ്രത്യേകമായ ഇരിപ്പിടത്തിലിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരിക്കുമ്പോൾ ചെറിയ പെൺകുട്ടികൾ ദഫ് മുട്ടിക്കൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുന്നു. ആ ദഫ് മുട്ടി കളിക്കുമ്പോൾ ആ കുട്ടികൾ ആലപിക്കുന്ന ഗാനം മുഴുക്കയും ബദറിൽ പങ്കെടുത്ത് മരിച്ചുപോയ ശുഹദാക്കളെ കുറിച്ചായിരുന്നു അവർ പാടിയിരുന്നത്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരികയും ആ കുട്ടികൾ നബിയെ കണ്ട മാത്രയിൽ തന്നെ പാട്ട് പാടിയിരുന്ന കുട്ടി പെട്ടെന്ന് ബദരീങ്ങളെ സ്മരിക്കുന്നതിൽ നിന്ന് മാറിയിട്ട് ആ കുട്ടി പാടി വഫീന നബിയ്യുൻ യഅലമു മാ ഫീ ഗദ്, നാളെ നടക്കുന്ന വരാനിരിക്കുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായി അറിയുന്ന തിരുനബി ഞങ്ങളിലിതാ എത്തിയിരിക്കുന്നു എന്ന രൂപത്തിൽ പാട്ട് പാടിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കുട്ടികളോട് പറയുന്നു, ലാ തഖൂലി ഹക്കദ വഖൂലി മാ കുന്തി തഖൂലി, നിങ്ങൾ ഇതല്ല പറയേണ്ടത്, മറിച്ച് നിങ്ങൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് തന്നെ നിങ്ങൾ പറയൂ. ഇതല്ല നിങ്ങൾ പാടേണ്ടത്, ഇതുവരെ നിങ്ങൾ പാടിയിരുന്നത് തന്നെ പാടൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതായി ഇമാം ബുഖാരി തങ്ങൾ സ്വഹീഹുൽ ബുഖാരിയിൽ രേഖപ്പെടുത്തുന്ന ഒരു ഹദീസാണിത്. അതിൻ്റെ അർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബദറിൽ മരണപ്പെട്ടു പോയ ബദരീങ്ങളെ കുറിച്ച് സ്മരിക്കുന്നതിനും അവരെ അപദാനങ്ങൾ പാടുന്നതിനും പുകഴ്ത്തുന്നതിനുമൊക്കെ അംഗീകാരം നൽകിയതായി ഇമാം ബുഖാരി തങ്ങൾ ഈ ഹദീസിനെ ഉദ്ധരിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഒക്കെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ സ്മരിക്കാൻ ബാധ്യസ്ഥരായ വളരെ പ്രധാനപ്പെട്ട വിഭാഗമാണ് ബദരീങ്ങൾ എന്നുള്ളത്. ഇസ്ലാമിലെ ഏറ്റവും മഹോന്നത വ്യക്തിത്വങ്ങൾ അത് അമ്പിയാക്കളാണ്. അമ്പിയാക്കൾ കഴിഞ്ഞാൽ പിന്നീടുള്ള ഏറ്റവും മഹോന്നതർ അത് സ്വഹാബത്താണ്. ആ സ്വഹാബത്തിന്റെ കൂട്ടത്തിലെ അതിവിശിഷ്ടർ എന്നാണ് ബദരീങ്ങളെ കുറിച്ച് പരിചയപ്പെടുത്തപ്പെടുന്നത്. കാരണം ഇസ്ലാമിക ചരിത്രത്തിലെ നിർണായകമായ ഒരു പോരാട്ടമായിരുന്നു ബദർ എന്നുള്ളത്. നിരായുധരും സായുധരും തമ്മിൽ നടത്തിയ ആ പോരാട്ടത്തിൽ ഇഖ്ലാസ് കൊണ്ട് വിജയം വരിച്ച വലിയ ചരിത്രമാണ് ബദറിന്റെ ചരിത്രം. അതുകൊണ്ട് തന്നെ ബദരീങ്ങളെ സ്മരിക്കുന്നതും ബദരീങ്ങളെ പുകഴ്ത്തുന്നതും പറയുന്നതുമൊക്കെ വലിയൊരു പുണ്യകർമ്മമായിട്ട് തന്നെയാണ് മുസ്ലിം ലോകം വിശ്വസിക്കുന്നതും അനുവർത്തിച്ചു പോരുന്നതും. കാരണം അവരെ കുറിച്ച് ഖുർആൻ പോലും പറഞ്ഞത് റളിയല്ലാഹു അൻഹും വറദു അൻഹു, അവർ അള്ളാഹുവിന് തൃപ്തിപ്പെട്ടവരാണ്, അള്ളാഹ് അവരെ ഇഷ്ടപ്പെട്ടവരാണ് എന്നാണ് അവരെ കുറിച്ച് വിശേഷിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ബദരീങ്ങളെ കുറിച്ച് പുകഴ്ത്തുകയും അവരെ സ്മരിക്കുകയും അവരുടെ പേരുകൾ ഉരുവിട്ടുകൊണ്ട് അതിനുശേഷം ദുആ നിർവഹിക്കുകയും ഒക്കെ ചെയ്യുക എന്നത് മുസ്ലിം ലോകത്തിന്റെ പതിവാണ്. സീറത്തുൽ ഹരീബിയ പോലുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ കാണാം. നമ്മൾ ബദർ മൗലിദിന്റെ വരികൾ പാടുമ്പോൾ അതിൻ്റെ ആ ഹദീസുകളിൽ പറയുന്ന ഓരോ ചരിത്രം എടുത്ത് പരിശോധിച്ചാലും അതിലെല്ലാം കാണാം ബദരീങ്ങളുടെ മഹത്വമാണ് സൂചിപ്പിക്കുന്നത്. ഭൂമിലോകത്ത് കടന്നു വന്ന ഏതൊരു വലിയുണ്ടോ ഔലിയാക്കളുണ്ടോ അവർക്കെല്ലാം വിലായത്തിന്റെ പദവി ലഭിച്ചത് അത് ഈ ബദരീങ്ങളെ സ്മരിക്കുകയും അവരെ തവസ്സുലാക്കുകയും ചെയ്തതിൻ്റെ പേരിലല്ലാതെ ലഭിച്ചിട്ടില്ല എന്ന് പോലും മഹത്തുക്കളായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. ബദരീങ്ങളെ സ്നേഹിച്ചതിൻ്റെ അവരെ തവസ്സുലാക്കിയതിൻ്റെ കാരണമായി ഉത്തരങ്ങൾ ലഭിച്ച എമ്പാടും അനുഭവങ്ങൾ നമ്മുടെ ഒക്കെ ഓരോരുത്തരുടെയും ജീവിതത്തിലുണ്ട്. പക്ഷെ അതിനേക്കാൾ അപ്പുറം മഹത്തുക്കളായ പല പണ്ഡിതന്മാരും അവരുടെ ജീവിതാനുഭവങ്ങളിൽ നടന്ന പല അനുഭവങ്ങളും കിതാബുകളിലൊക്കെ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചൊരു പണ്ഡിതന്റെ ചരിത്രം
ഗ്രന്ഥങ്ങളിൽ കാണാം. അദ്ദേഹത്തിനുണ്ടായിരുന്ന ഏകനായ ഒരു പുത്രൻ, ആ പുത്രനെ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഭരണാധികാരിയുടെ മന്ത്രിയുടെ മകൻ നിഷ്ഠൂരമായി ആ കുഞ്ഞിനെ വധിക്കുന്നുണ്ട്. ഈ പിതാവ് ആ ഘാതകനോട് പ്രതികാരം ചെയ്യാൻ വേണ്ടി പല കവാടങ്ങളും തേടുന്നുണ്ട്. പക്ഷെ എല്ലായിടത്തുനിന്നും നിരാശ മാത്രമായിരുന്നു അദ്ദേഹത്തിന് ലഭിച്ചത്. അത് മന്ത്രിയുടെ മകനായതുകൊണ്ട് അതിനെതിരെ ഇടപെടാനോ അതല്ലെങ്കിൽ ഘാതകനെതിരെ എന്തെങ്കിലും ശിക്ഷാ നടപടികൾ നടപ്പിലാക്കാനോ ഒരാളും തയ്യാറായില്ല. അദ്ദേഹം മനസ്സുകൊണ്ട് വിഷമിച്ച് കിടന്നുറങ്ങുന്ന ഒരു രാത്രിയിൽ അദ്ദേഹം ബദരീങ്ങളെ സ്വപ്നം കാണുകയാണ്. ആ സ്വപ്നത്തിൽ അദ്ദേഹം വിചാരിക്കുന്നുണ്ട്, ബദരീങ്ങളാണല്ലോ ഈ വരിവരിയായി കടന്നു പോകുന്നത്, അവരോട് ചെന്നിട്ടെങ്കിലും എൻ്റെ ദുഃഖം, എൻ്റെ വിഷമം ഒന്ന് പങ്കുവെക്കാമെന്ന് അദ്ദേഹം വിചാരിക്കുകയും ആ ബദരീങ്ങൾ നിൽക്കുന്ന ഭാഗത്തേക്ക് അദ്ദേഹം ചൊല്ലുന്നു. ധാരാളം ആളുകൾ അവരോട് വന്ന് ഓരോരുത്തരും പ്രശ്നങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. ഇദ്ദേഹവും ചെന്ന് പറയുന്നുണ്ട്, എനിക്ക് പ്രിയപ്പെട്ടൊരു മകനുണ്ടായിരുന്നു, പക്ഷെ ഞങ്ങളുടെ നാട്ടിലെ ഭരണാധികാരിയുടെ മന്ത്രിയുടെ മകൻ എൻ്റെ മകനെ നിഷ്ഠൂരമായി വധിച്ചിരിക്കുന്നു. ഞാൻ പല കവാടങ്ങളും അതിനുവേണ്ടി മുട്ടിയെങ്കിലും എല്ലായിടത്തുനിന്നും നിരാശ മാത്രമായിരുന്നു ഫലമായിട്ടുണ്ടായിരുന്നത്. അപ്പൊ ബദരീങ്ങളിൽപ്പെട്ട ഒരാൾ ചോദിക്കുന്നുണ്ട്, ആരാണ് ഇദ്ദേഹത്തിന്റെ കുഞ്ഞിനെ കൊന്നത്? അദ്ദേഹത്തെ ഇങ്ങോട്ട് കൊണ്ടുവരുമെന്ന് പറയുകയും ആ മന്ത്രിയുടെ മകനെ അങ്ങോട്ട് കൊണ്ടുവരുന്നതായിട്ട് അദ്ദേഹം കാണുന്നു. അവനോട് ചോദിക്കുന്നു, നീയാണോ ഇദ്ദേഹത്തിന്റെ മകനെ കൊന്നത്? അവൻ പറയുന്നു, ഞാൻ തന്നെയാണ് കൊന്നത്. എന്തിന്റെ പേരിലാണ് കൊന്നത്? അഹങ്കാരവും ധാർഷ്ട്യവും മാത്രമായിരുന്നു അതിന്റെ പിന്നിലുണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ കൈകളിലേക്ക് ഒരു വാള്, ഒരു കത്തി കൊടുത്തിട്ട് പറയുന്നു, നിങ്ങളുടെ മകനെ എങ്ങനെയാണോ കൊന്നത് അതുപോലെ നിങ്ങളും വധിച്ചു കളയുക. അദ്ദേഹം അവിടെ വെച്ച് ആ ബദരീങ്ങളുടെ സമക്ഷത്തിൽ വെച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തെ വധിക്കുന്നുണ്ട്. പക്ഷെ പിറ്റേ ദിവസം ഉറക്കത്തിൽ നിന്ന് ഉണർന്നപ്പോഴാണ് നാട്ടിലെല്ലാം പരന്നു കാണുന്ന ഒരു വാർത്ത, മന്ത്രിയുടെ മകനെ ആരോ നിഷ്ഠൂരമായി വധിച്ചിരിക്കുന്നു. ആരാണ് വധിച്ചതെന്നറിയില്ല, മന്ത്രിയുടെ മകൻ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇതുപോലെ ഒരുപാട് അനുഭവങ്ങൾ നമ്മൾ ബദർ മൗലിദിന്റെ ഹദീസുകൾ എടുത്ത് പരിശോധിച്ചാൽ ആ ബദർ മൗലിദ് ഓതുമ്പോൾ ഓരോ സംഭവങ്ങളും ഓരോരുത്തർക്കും അനുഭവിച്ച അനുഭവ കഥകളാണ് അതിലൂടെ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഒക്കെ ജീവിതത്തിൽ നമ്മൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ്, കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നവരാണ്. ബദരീങ്ങളെ തവസ്സുലാക്കിക്കൊണ്ട് ദുആ ചെയ്യുകയും അവരുടെ അസ്മാഉൽ ബദർ കൃത്യമായി ചൊല്ലുന്ന ശീലമുണ്ടാവുകയും ചെയ്താൽ ഏത് വലിയ പ്രതിസന്ധികൾക്കും അത് പരിഹാരമാണ്. അത് പരിഹാരമുണ്ടായ അനുഭവങ്ങളാണ് നമുക്കൊക്കെയും അതല്ലെങ്കിൽ ഈ കേൾക്കുന്നവരിലും പലർക്കും ഉണ്ടായിട്ടുള്ളത്. അതോടൊപ്പം സാധിക്കുന്നവരൊക്കെ നമ്മുടെ വീടുകളിലും അവരെക്കുറിച്ച് സ്മരിക്കുന്നതിന്റെ ഭാഗമായി ഒന്നോ രണ്ടോ ഹദീസുകളൊക്കെ പാരായണം ചെയ്ത് അസ്മാഉൽ ബദർ ചൊല്ലിക്കൊണ്ട് തന്നെ ദുആ ചെയ്യുന്ന ശീലം ഉണ്ടാവണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാം പറയുന്ന വാക്കുകളിൽ, നമ്മുടെ പ്രവർത്തനങ്ങളിൽ, നമ്മുടെ ചിന്തകളിലൊക്കെ വന്നു പോകുന്ന എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വിട പറഞ്ഞ് വിവിധ മക്ബറകളിൽ കഴിയുന്നവർ, നമ്മുടെ പള്ളിക്ക് ചുറ്റും വിശ്രമിക്കുന്നവർ എല്ലാവരിലേക്കും അള്ളാഹു ഇതിന്റെ മിഥില സവാബ് എത്തിച്ചു കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗികളായി കഴിയുന്ന പലരുമുണ്ട്, അള്ളാഹു അവർക്കൊക്കെയും ശിഫ നൽകുമാറാവട്ടെ. നമ്മുടെ കച്ചവടങ്ങളിലും ബിസിനസ്സുകളിലുമൊക്കെ ബദരീങ്ങളൊക്കെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നല്ല അഭിവൃദ്ധിയും ബറക്കത്തും തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.